കവർ ചിത്രത്തിലെ അത്ഭുതം പോലെ സ്ക്രീനിൽ തെളിയുന്നത് ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ്. 1960കളിലെ കാബൂൾ സർവകലാശാല. അവിടെ ആത്മവിശ്വാസത്തോടെ നടന്നു പോകുന്ന ഒരു കൂട്ടം സ്ത്രീകൾ. അവരുടെ വസ്ത്രധാരണം ശ്രദ്ധിക്കുക. ഇന്നത്തെ ലണ്ടനിലെയോ പാരീസിലെയോ കാണുന്നത് പോലെ പരിഷ്കൃതമായ വസ്ത്രങ്ങൾ. അവരുടെ കൈകളിൽ പുസ്തകങ്ങളുണ്ട്. മുഖത്ത് ഭാവിയെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളുണ്ട്. ഈ ഫോട്ടോ കണ്ടാൽ ആരും ആദ്യം ചോദിക്കുന്ന ചോദ്യം ഒന്നേ ഉള്ളൂ: ഇത് ശരിക്കും അഫ്ഗാനിസ്ഥാൻ തന്നെയാണോ? അതെ, ഇത് അഫ്ഗാനിസ്ഥാനാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥയല്ല, വെറും 50-60 വർഷം മുമ്പുള്ള യാഥാർത്ഥ്യം. അന്ന് അഫ്ഗാനിസ്ഥാൻ ഒരു ആധുനിക രാജ്യമായിരുന്നു. സ്ത്രീകൾക്ക് വോട്ടവകാശമുണ്ടായിരുന്നു. അവർ ഡോക്ടർമാരും അധ്യാപകരും രാഷ്ട്രീയക്കാരുമായിരുന്നു. പക്ഷേ ഇന്ന് അതേ മണ്ണിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് വീടിന് പുറത്തിറങ്ങാൻ പുരുഷന്റെ തുണ വേണം. മുഖം പോലും കാണിക്കാൻ അനുവാദമില്ല. മതം അന്നും അവിടെ ഉണ്ടായിരുന്നു. ഇസ്ലാം അന്നും അവിടുത്തെ ഔദ്യോഗിക വിശ്വാസമായിരുന്നു. ഖുർആൻ അന്നും അവിടെ വായിക്കപ്പെട്ടിരുന്നു. അപ്പോൾ എന്താണ് മാറിയത്? അഫ്ഗാനിസ്ഥാൻ ഒരു സുപ്രഭാതത്തിൽ തനിയെ തകർന്നതല്ല, അത് തകർക്കപ്പെട്ടതാണ്. ലോകശക്തികൾ തങ്ങളുടെ ലാഭത്തിനായി ഒരു ജനതയെ ചതുരംഗപ്പലകയിലെ കരുക്കളാക്കി മാറ്റിയതിന്റെ ചോര പുരണ്ട ചരിത്രമാണിത്. സ്വാഗതം മൈൽസ്റ്റോണിന്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക്. കാത്തിരിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും വിമർശനങ്ങളും പങ്കുവെക്കുന്നതോടൊപ്പം വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ആയിരത്തി 1970കളുടെ അവസാനം ലോകം രണ്ട് ധ്രുവങ്ങളിലായിരുന്നു. ഒരു വശത്ത് മുതലാളിത്തത്തിന്റെ വക്താക്കളായ അമേരിക്ക, മറുവശത്ത് കമ്മ്യൂണിസ്റ്റ് ശക്തികളായ സോവിയറ്റ് യൂണിയൻ. ഇവർ തമ്മിലുള്ള പോരാട്ടം നേരിട്ടായിരുന്നില്ല, അത് മൂന്നാം ലോക രാജ്യങ്ങളിലൂടെയുള്ള പരോക്ഷ യുദ്ധമായിരുന്നു, പ്രോക്സി വാർ. 1978 അഫ്ഗാനിസ്ഥാനിൽ സൗർ വിപ്ലവം നടക്കുന്നു. സോവിയറ്റ് യൂണിയന്റെ പിന്തുണയുള്ള ഒരു സോഷ്യലിസ്റ്റ് സർക്കാർ അവിടെ അധികാരത്തിൽ വരുന്നു. അവർ കൊണ്ടുവന്ന മാറ്റങ്ങൾ വിപ്ലവകരമായിരുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിർബന്ധമാക്കി, ഭൂപരിഷ്കരണം നടപ്പിലാക്കി, മതപരമായ അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ ഈ മാറ്റങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലെ ഗോത്രത്തലവന്മാരെയും മതയാഥാസ്ഥിതികരെയും ചൊടിപ്പിച്ചു. അമേരിക്ക ഇത് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ ബദ്ധശത്രുക്കളായ സോവിയറ്റ് യൂണിയന്റെ സ്വാധീനം ഏഷ്യയിൽ വർദ്ധിക്കുന്നത് തടയുക എന്നതായിരുന്നു അവരുടെ ഏക ലക്ഷ്യം. അതിനായി അവർ തിരഞ്ഞെടുത്തത് അഫ്ഗാനിസ്ഥാനിലെ ഈ മതപരമായ എതിർപ്പുകളെയാണ്. അഫ്ഗാൻ ജനതയുടെ വിശ്വാസത്തെ അമേരിക്ക ഒരു ആയുധമാക്കി മാറ്റാൻ തീരുമാനിച്ചു. CIA ചരിത്രത്തിൽ നടപ്പിലാക്കിയ ഏറ്റവും ചിലവേറിയതും രഹസ്യവുമായ പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ സൈക്ലോൺ. ഇതിന്റെ ലക്ഷ്യം അഫ്ഗാനിസ്ഥാനെ രക്ഷിക്കലായിരുന്നില്ല, സോവിയറ്റ് യൂണിയന് അവരുടെ വിയറ്റ്നാം അഫ്ഗാനിസ്ഥാനിൽ ഒരുക്കിക്കൊടുക്കുക എന്നതായിരുന്നു. അമേരിക്ക അഫ്ഗാനിസ്ഥാനിലെ മതമൗലികവാദികളെ വിശേഷിപ്പിച്ചത് സ്വാതന്ത്ര്യസമര പോരാളികളെന്നാണ്. അവർക്ക് കോടിക്കണക്കിന് ഡോളറുകൾ പണമായും അതിനൂതനമായ ആയുധങ്ങളും നൽകി. അവിടെയാണ് മുജാഹിദീനുകളുടെ ജനനം. പാകിസ്ഥാന്റെ സഹായത്തോടെ അതിർത്തികളിൽ ആയിരക്കണക്കിന് മദ്രസകൾ സ്ഥാപിക്കപ്പെട്ടു. അവിടെ യുവാക്കളെ പഠിപ്പിച്ചിരുന്നത് ശാസ്ത്രമോ ഗണിതമോ ആയിരുന്നില്ല, മറിച്ച് വിദേശികളായ കാഫിറുകളെ എങ്ങനെ കൊല്ലണം എന്നതായിരുന്നു. ഈ പരിശീലന കേന്ദ്രങ്ങൾക്കുള്ള ഫണ്ടും സിലബസും തയ്യാറാക്കിയിരുന്നതിൽ അമേരിക്കയ്ക്ക് വലിയ പങ്കുണ്ടായിരുന്നു. വിശ്വാസത്തെ ഭ്രാന്തമായ വെറുപ്പാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. ഈ കാലഘട്ടത്തിലാണ് ഉസാമ ബിൻ ലാദൻ എന്ന പേര് ആദ്യമായി കേട്ടു തുടങ്ങുന്നത്. ഇന്ന് ലോകം അദ്ദേഹത്തെ ഒരു കൊടുംഭീകരനായി കാണുന്നു. പക്ഷേ 1980കളിൽ അദ്ദേഹം അമേരിക്കയുടെ കണ്ണിലുണ്ണിയായിരുന്നു. സൗദി അറേബ്യയിലെ സമ്പന്നമായ ഒരു കൺസ്ട്രക്ഷൻ കുടുംബത്തിൽ നിന്നുള്ള ബിൻ ലാദൻ തന്റെ കുടുംബത്തിലെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ഉപയോഗിച്ച് അഫ്ഗാനിസ്ഥാനിൽ വലിയ തുരങ്കങ്ങളും ബങ്കറുകളും നിർമ്മിച്ചു. അമേരിക്ക നൽകുന്ന സ്റ്റിംഗർ മിസൈലുകളും മറ്റും മുജാഹിദീനുകൾക്ക് രഹസ്യമായി എത്തിക്കാനുള്ള വഴിയായിരുന്നു ഈ തുരങ്കങ്ങൾ. ബിൻ ലാദൻ അന്ന് ഒരു ഭീകരനായിരുന്നില്ല, മറിച്ച് കമ്മ്യൂണിസത്തിനെതിരെ പോരാടുന്ന ഒരു വലിയ നായകനായിരുന്നു പാശ്ചാത്യ മാധ്യമങ്ങൾക്ക്. അമേരിക്കയും ബിൻ ലാദനും ഒരേ ലക്ഷ്യത്തിനു വേണ്ടി കൈകോർത്ത ഒരു കാലം. 10 വർഷത്തെ കഠിനമായ യുദ്ധത്തിനൊടുവിൽ സോവിയറ്റ് യൂണിയൻ തകർന്നു. 1989 അവർ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിന്മാറി. അമേരിക്കയുടെ ലക്ഷ്യം പൂർത്തിയായി, സോവിയറ്റ് യൂണിയൻ തകർന്നു വീണു. പക്ഷേ എവിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വഞ്ചന നടക്കുന്നത്? ദൗത്യം കഴിഞ്ഞതും അമേരിക്ക അഫ്ഗാനിസ്ഥാനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങി. അവർ അവിടെ അവശേഷിപ്പിച്ചത് ആയുധങ്ങളാൽ സായുധരായ, യുദ്ധം മാത്രം അറിയുന്ന എന്നാൽ രാജ്യം ഭരിക്കാൻ അറിയാത്ത ഒരു കൂട്ടം തീവ്രവാദികളെയാണ്. പണം നൽകി വളർത്തിയ മുജാഹിദീൻ ഗ്രൂപ്പുകൾ അധികാരത്തിന് വേണ്ടി തമ്മിലടിച്ചു തുടങ്ങി. രാജ്യം അങ്ങനെ ഒരു ചോരക്കളമായി മാറി. ഈ അരാജകത്വത്തിൽ നിന്നാണ് താലിബാൻ ഉദിച്ചു വരുന്നത്. പാകിസ്ഥാനിലെ മദ്രസകളിൽ വളർന്ന കടുത്ത മതമൗലികവാദം തലയ്ക്ക് പിടിച്ച വിദ്യാർത്ഥികളായിരുന്നു അവർ. സമാധാനം കൊണ്ടുവരാൻ എന്ന പേരിൽ വന്ന അവർ അഫ്ഗാനിസ്ഥാനെ മധ്യകാലഘട്ടത്തിലേക്ക് പിന്നോട്ട് നടത്തി. 1960കളിൽ കണ്ട ആ പഴയ ഫോട്ടോയിലെ എല്ലാ പുരോഗതിയും അവർ തല്ലിക്കെടുത്തി. അമേരിക്ക വളർത്തിയെടുത്ത ആയുധങ്ങളും പരിശീലനവും പതുക്കെ അവർക്ക് നേരെ തന്നെ തിരിഞ്ഞു. ബിൻ ലാദനും അൽ ഖ്വയ്ദയും തങ്ങളുടെ ശത്രു അമേരിക്കയാണെന്ന് പ്രഖ്യാപിച്ചു. അതിന്റെ പരിസമാപ്തിയായിരുന്നു 2001 സെപ്റ്റംബർ 11 ആക്രമണം. തങ്ങൾ നട്ട വിഷവൃക്ഷം സ്വന്തം വീട്ടുമുറ്റത്ത് തന്നെ ഫലം നൽകി തുടങ്ങിയപ്പോൾ മാത്രമാണ് അമേരിക്ക ഞെട്ടിയത്. തുടർന്ന് 20 വർഷം നീണ്ട യുദ്ധം, വീണ്ടും ലക്ഷക്കണക്കിന് മരണങ്ങൾ, കോടിക്കണക്കിന് ഡോളറുകളുടെ നഷ്ടം. ഒടുവിൽ 2021 അമേരിക്ക വീണ്ടും പിന്മാറി. അഫ്ഗാനിസ്ഥാൻ എവിടെയായിരുന്നു തുടങ്ങിയത് അവിടെ തന്നെ തിരിച്ചെത്തി. താലിബാൻ വീണ്ടും അധികാരത്തിലെത്തി.
അഫ്ഗാനിസ്ഥാന്റെ കഥ മതത്തിന്റെ കഥയല്ല, അത് രാഷ്ട്രത്തിന്റെ കഥയാണ്. വിശ്വാസം എങ്ങനെ അധികാരത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതിന്റെ ഉദാഹരണമാണിത്. പുരോഗതിയിലേക്ക് നടന്നുകൊണ്ടിരുന്ന ഒരു ജനതയെ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ലോകശക്തികൾ എങ്ങനെ നശിപ്പിച്ചു എന്നതിന്റെ തെളിവാണിത്. ഇന്ന് അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികൾ അടച്ചിട്ട മുറികളിലിരുന്ന് ആ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ നോക്കിയിരിക്കുന്നുണ്ടാവും. അവരുടെ അമ്മൂമ്മമാർ അനുഭവിച്ച ആ സ്വാതന്ത്ര്യവും അവർക്ക് ഇന്ന് ഒരു സ്വപ്നം മാത്രമാണ്. മതം ആരെയും തടഞ്ഞിരുന്നില്ല. പക്ഷെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി നിർമ്മിച്ചെടുത്ത തീവ്രവാദം ഒരു രാജ്യത്തെ തന്നെ ശ്വാസം മുട്ടിച്ചു കളഞ്ഞു. അഫ്ഗാനിസ്ഥാൻ ഒരു മുന്നറിയിപ്പാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മതത്തെയും തീവ്രവാദത്തെയും കൂട്ടുപിടിച്ചാൽ അതിന്റെ ദുരന്തഫലം അനുഭവിക്കേണ്ടി വരുന്നത് വരും തലമുറകളായിരിക്കും. ആ പഴയ ഫോട്ടോയിലെ സ്ത്രീകൾ നടന്നുപോയത് വെളിച്ചത്തിലേക്കായിരുന്നു. പക്ഷെ ഇന്ന് അഫ്ഗാനിസ്ഥാൻ നടക്കുന്നത് വലിയൊരു ഇരുട്ടിലേക്കാണ്. ആ ഇരുട്ട് നീക്കാൻ ഇനി എത്ര നൂറ്റാണ്ടുകൾ വേണ്ടിവരുമെന്ന് ആർക്കും അറിയില്ല. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ശ്രമിക്കുക.